ഹലോ സൽക്കുറ്റാർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പം നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടോ? അപ്പം കണ്ടവർക്കൊക്കെ ഒരു ആവറേജ് അഭിപ്രായമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ഈ ഒരു ഫസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തന്നെ തോന്നുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ലുക്കിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ DCUവിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഈ പടത്തിന് ഒരു വലിയൊരു പ്രതീക്ഷ തന്നെ ഉണ്ട്. കാരണം ഒരു യൂണിവേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പടമാണിത്. കാരണം ഇപ്പം നമ്മുടെ MCUവിന് എങ്ങനെ അയൺമാൻ ഒരു ഫസ്റ്റ് മൂവിയാണ്, അതേപോലെ DCക്ക് ഇതൊരു ഫസ്റ്റ് മൂവിയാണ്. ഈ പടത്തിനൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ സക്സസ് അനുസരിച്ചായിരിക്കും ബാക്കി വരുന്ന പടങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ ഒരു മൂവിക്ക് എന്താ പറയുക, ഒരു വലിയ പ്രതീക്ഷ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പം അത് ഭയങ്കര ബെറ്റർ ആയിട്ട് ഇറക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ ആ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണുമ്പം എന്താ പറയുക, ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്കിൽ ഫീൽ കിട്ടുന്നില്ല. എന്തോ ഒരു ഫാൻ മെയ്ഡ് പോലെയൊക്കെയാണ് തോന്നിയത്. ഞാനും ആദ്യം കണ്ടപ്പോൾ ഇതെന്തോ ഫാൻ മെയ്ഡ് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഇത് ഒഫീഷ്യലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. കാരണം ഭയങ്കര ഓവർ എഡിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ നമുക്ക് ഇതൊരു ഒഫീഷ്യലാണെന്ന് കൺഫേം ആക്കാൻ പറ്റാത്ത രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അത് ഉറപ്പായിട്ട് വേണ്ടായിരുന്നു കണ്ടോ. കാരണം എൻ്റെ ഫസ്റ്റ് ലുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കി അവർക്ക് ഇറക്കായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആ ഒരു ഫസ്റ്റ് ലുക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൂപ്പർമാൻ എന്ന ക്യാരക്ടർ തന്നെ ഹീസ് ദ ഹോപ്പ്. ഓക്കെ, ഹോപ്പാണ് നമ്മുടെ സൂപ്പർമാൻ. അപ്പം ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹോപ്പ് ഫീൽ ചെയ്യാൻ പറഞ്ഞില്ല. നമ്മൾ സൂപ്പർമാൻ തന്നെ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിരിക്കും പോലെയാണുള്ളത്. കാരണം ബാക്ക്ഗ്രൗണ്ടിലാണ് എന്തോ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. മെട്രോപോളിസിൽ വലിയൊരു ഫൈറ്റ് നടക്കണമെന്ന് നമുക്ക് കാണുമ്പോൾ പിടിയിട്ട്. സോ അത് എന്ത് ഫൈറ്റാണെന്നും ഒരു ഐഡിയ ഇല്ല. ബട്ട് എന്തോ ഒരു വലിയ ബാറ്റിൽ അവിടെ നടക്കുന്നുണ്ട്. ബട്ട് ഇവിടെ സൂപ്പർമാൻ ആണെങ്കിൽ കൂളായിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് എന്തെന്നാണ് ഒരു ഐഡിയ ഇല്ലാത്തത്. അപ്പം അത് ഉറപ്പായിട്ട് വേണ്ടായിരുന്നു. കാരണം സൂപ്പർമാൻ എന്ന ക്യാരക്ടർ ഒരു ഹോപ്പാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹോപ്പ് ഫീലേ പറഞ്ഞില്ല. സോ ഇത് എന്തോ സൂപ്പർമാൻ തന്നെ കൈ ഒരിഞ്ഞൊരു അവസ്ഥയിലാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആൻഡ് അതുമാത്രമല്ല സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഈസ് ദ ഹോപ്പ് ആൻഡ് ബ്രൈറ്റ്. അപ്പം ആ ഒരു ഫീൽ ഈ ഫസ്റ്റ് ലുക്കിൽ കിട്ടുന്നില്ല. ഇപ്പം ഫാൻസ് തന്നെ അത് കുറച്ച് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതുപോലെ കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ ചേഞ്ച് ചെയ്താക്കിയിട്ടുണ്ട്. അതിനപ്പം അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫീൽ കിട്ടുന്നു. ഒരു ഹോപ്പ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് ആ ഫാൻസ് ചെയ്തതിൽ. പക്ഷേ ആ ഒരു ഫീല് ഈ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്കിൽ കിട്ടുന്നില്ല. സോ രണ്ടും തമ്മിലൊരു വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം ഇതേപോലെ ആയിരുന്നു ഈ ഫസ്റ്റ് ലുക്ക് ആക്ച്വലി വരേണ്ടത്. ബട്ട് അവർ ഇത് കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഓവറാക്കി വിട്ടു. അതാണ് സംഭവം. ആൻഡ് നമ്മൾ സൂപ്പർമാൻ്റെ ആ ഒരു സൂട്ടിലോട്ട് വരികയാണെങ്കിൽ സൂട്ട് വന്ന് കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോസ്പ്ലേ സൂട്ട് പോലെയൊക്കെയാണ് തോന്നുന്നത്. ബട്ട് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റും. ഇല്ല നമ്മൾ സൂപ്പർമാൻ ആ ജട്ടിയൊക്കെ പുറത്തിട്ടുകൊണ്ടൊക്കെയാണ് വരാൻ പോകണം പല കോമിക്സിലൊക്കെ പോലെ. സോ അതെങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. സോ ലൈവ് ആക്ഷനൊക്കെ അത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ അത് വെയിറ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. ആൻഡ് അത് മാത്രമല്ല ഈ സൂട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഒരു ന്യൂ 52 സൂപ്പർമാൻ്റെ സൂട്ട് പോലെയൊക്കെയാണ് തോന്നിയത്. സോ കുഴപ്പമില്ല, സൂട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റും. ആൻഡ് നമ്മുടെ ഡേവിഡ് കോറസത്തിനും ആ ഒരു സൂപ്പർമാൻ എന്ന റോള് നന്നായിട്ടുണ്ട്. സോ നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ്. ആൻഡ് ഡേവിഡ് കോറസത്ത് നന്നായിട്ട് ബൾക്കായിട്ടുണ്ട്. പുള്ളിയുടെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് ബോഡിയൊക്കെ ആക്കിയിട്ടുണ്ട്. ബട്ട് ആ ഒരു ബോഡിക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഈ സൂട്ടിലില്ല. കാരണം ഈ സൂട്ട് എന്തോ കുറച്ച് എന്താ പറയുക, സൂപ്പർമാൻ സൂട്ട് പോലെ തോന്നില്ല. സൂപ്പർമാൻ സൂട്ട് കുറച്ച് സ്കിൻ ഫിറ്റായിട്ടൊക്കെ ഇരിക്കണം. സൂപ്പർമാൻ്റെ ആ ഒരു ഫോറാംസും ബൈസെപ്സും ഷോൾഡറും ഒക്കെ നന്നായിട്ട് കാണണം, എന്നാലേ ആ ഒരു ഫീൽ കിട്ടും. ബട്ട് ഇത് കുറച്ച് വലുതായിട്ട് ഇരിക്കുകയാണ്. സോ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊള്ളാമെന്ന് തോന്നി. ആൻഡ് ഇത് വന്ന് ഉറപ്പായിട്ട് ഹോം മെയ്ഡ് സൂട്ടല്ല. കാണുമ്പോൾ പിടി കിട്ടുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് അല്ല, ക്രിപ്റ്റോനൈറ്റ് സൂട്ടും അല്ല. സോ പിന്നെ ഇത് എന്ത് സൂട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. ആൻഡ് നിറയെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂവിയെ കൊള്ളൂല്ല, ഈ മൂവിയെ ബോറായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട്. സോ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്കാണ്. ഇത് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു പടത്തിന് വിലയിരുത്താൻ പറ്റൂല. ഇപ്പം ജെയിംസ് ഗണ്ണ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ പുള്ളി വന്നൊരു നല്ല ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും സൂപ്പറായിട്ടുള്ള മൂവീസാണ്. അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പടം ബോറായിരിക്കും എന്നൊക്കെ പറയുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു ടീസർ പോലും കണ്ടിട്ടില്ല. സോ അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റൂല. ഫസ്റ്റ് ലുക്ക് വെച്ച് ഒന്നും വിലയിരുത്താൻ പറ്റൂല. അപ്പോൾ ഇപ്പോഴേ പടം പോരെന്ന് ആരും പറയല്ലോ. ഓക്കെ, സോ നമ്മളൊരു ടീസറെങ്കിലും കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കും. ഓക്കെ, സോ അപ്പം ഒരിക്കലും പടം ബോറായിട്ട് ഇരിക്കൂല. ഈ ഫസ്റ്റ് ലുക്ക് വെച്ച് നമുക്ക് ഒരിക്കലും അത് വിലയിരുത്താനും പറ്റൂല. ഓക്കെ, അപ്പോൾ ആൾറൗണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ലുക്ക് അത്ര പോരാ. ഫസ്റ്റ് ലുക്ക് എന്താ പറയുക, ബോറായിട്ട് തന്നെയാണ് ഉള്ളത്. ബട്ട് എന്ന് വെച്ച് പടം ബോറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ് ഈ ഫസ്റ്റ് ലുക്കിനെ പറ്റിയുള്ള അഭിപ്രായം? ഞാൻ പടം ബോറായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സോ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ പറ്റാൻ കാണിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ. താങ്ക് യു ഗൈസ്.